ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മൾ ഇന്നുവരെ സ്വാതന്ത്ര്യം നേടാത്ത ഒരു മേഖലയുണ്ട്. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ആൾദൈവങ്ങളുടെയും വേലിക്കെട്ടുകളിൽ ഇന്നും നമ്മുടെ ഭാരതീയർ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയൊക്കെ വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? അന്ന് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഒരു ജ്യോത്സ്യനെ കൊണ്ട് സമയവും കാലവും നോക്കിച്ച് 14-ാം തീയതി അർദ്ധരാത്രി സ്വാതന്ത്ര്യം മതി എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, നിങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നു, പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളുടെ വേലിക്കെട്ടുകളിൽ നിന്നും മോചിതരാകാൻ പോകുന്നില്ല എന്നുള്ളത്. അത് വാസ്തവമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ. ഈ അടുത്ത നാളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ പത്രത്തിൽ, നമ്മുടെ നിയമസഭയുടെ ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി നടത്തിയൊരു പ്രസംഗം. അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചത് മലയാളികളെ. പക്ഷേ തൊട്ടടുത്ത പേജിൽ, പത്രത്തിന്റെ തൊട്ടടുത്ത പേജിൽ കാണാൻ സാധിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത കമ്പക്കാനത്ത് ഒരു മന്ത്രവാദിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ ക്രൂരമായി കൊന്നൊടുക്കിയ വാർത്തയാണ് വായിക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ വ്യക്തിയുടെ പൂജാശക്തിയും അതുപോലെ തന്നെ താളിയോല ഗ്രന്ഥങ്ങളും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുന്നു. ഒറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി, മറ്റുള്ളവരുടെ മുഴുവൻ ഭാവി പ്രവചിക്കുന്ന ഇദ്ദേഹത്തിന് സ്വന്തം ഭാവി മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? ഈ പൂജാരിയുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പരിശോധിക്കുന്ന സമയത്ത് വളരെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകൾ, വിദ്യാസമ്പന്നരായിരിക്കുന്ന ആളുകളാണ് ഈ പൂജ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. എവിടെയാണ് മലയാളിയുടെ ഉദ്ബുദ്ധത? നമ്മൾ ശാസ്ത്രീയമായ കാര്യങ്ങളെ കാണേണ്ടതിന് പകരം ഇന്നും നമ്മുടെ ആളുകൾ ഈ പൂജകൾക്ക് പിന്നിലും അതുപോലെ തന്നെ മഷിനോട്ടത്തിന് പിന്നിലും ഇങ്ങനെ ഓടിക്കളിക്കുന്നത് വളരെ കഷ്ടമാണ്. നോക്കൂ, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ എത്ര ആളുകളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ അരയിലോ ഏലസോ മന്ത്രച്ചരടോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പലരും ഇതിനകത്ത് കൈവക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജീവനില്ലാത്തൊരു വെറും ചരടിന് എങ്ങനെയാണ് നിങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുക? നമ്മുടെ കുട്ടികളെയെങ്കിലും വളർന്നു വരുന്ന തലമുറയെങ്കിലും ഈ അന്ധവിശ്വാസത്തിന്റെ കുരുക്കിൽ പെടാതെ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി വളർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമ്മളുടേതാണ്. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന് ടെമ്പറമെന്റ്സ്, രണ്ടാമത്തെ സിറ്റുവേഷൻസ്. ടെമ്പറമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വരുന്ന ജീനുകൾ, ഈ ജീനുകളിൽ നിന്നുണ്ടാവുന്ന സ്വഭാവ രൂപീകരണം, ഇത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം അച്ഛനെയും അമ്മയെയും നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിറ്റുവേഷൻസ്, ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും. സിറ്റുവേഷൻസ് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, ആ കുട്ടിയിലുണ്ടാവുന്ന സ്വഭാവ രൂപീകരണം. നോക്കൂ, അച്ഛൻ കലക്ടറാണ്, അമ്മ ഡോക്ടറാണ് എന്നൊക്കെ വിചാരിച്ചോളൂ. പക്ഷേ ശാസ്ത്രീയമായി കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും ഒരു ജ്യോത്സ്യനെ കാണുന്നു, അല്ലെങ്കിൽ വാസ്തുവിന്റെ പേരിൽ വാതിലുകൾ മാറ്റിവെക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു വളരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ പേനയെടുത്ത് പ്രാർത്ഥനയ്ക്ക് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ കുട്ടിയിൽ ഉണ്ടാവുന്ന ചിന്ത, സിറ്റുവേഷൻസ്, ആ കുട്ടിയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കുത്തിനിറയ്ക്കുന്നുണ്ട്. 18 വയസ്സ് വരെ ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അതിബോധ മനസ്സിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കും. ഒരു കാരണവശാലും അത് മാറ്റാൻ പിന്നീട് സാധിക്കില്ല. എത്രയൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാലും അവന്റെ ആത്മവിശ്വാസം വളരില്ല. അതാണ് ഏറ്റവും വലിയ അപകടം. നോക്കൂ, നല്ലൊരു സൈക്കോളജിക്കൽ ടേം ഉണ്ട്, ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ. ഇതിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളും ഉണ്ട്. ഞാൻ ഒന്നുകൂടി ലളിതമായിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോ ഒരു വ്യവഹാരത്തിൽ ഒരാൾ ഏർപ്പെടുന്നു, എല്ലാം വ്യവഹാരമാണല്ലോ. ഒരു പഠനമാണെങ്കിൽ പോലും, ഒരു ജോലിയാണെങ്കിൽ പോലും, ഒരു ബിസിനസ് ആണെങ്കിൽ പോലും ഒരു വ്യവഹാരം. ഇതിനകത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു. എങ്ങനെ വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാഗ്യം, അവന്റെ പ്രാർത്ഥനയുടെ ഫലം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ നന്നായി പഠിച്ചു, അതുകൊണ്ട് അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു. ഇതിനകത്ത് അവൻ നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നതാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. നേരെമറിച്ച് അവന്റെ ഭാഗ്യം, അവന്റെ വിധി, ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ജോലിയില്ലാത്തത്? സമയമായില്ല. കാരണം സമയം പുറത്താണ്. ഇത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ഈ ഒരു കാര്യം കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ചോർന്നിരിക്കും. ആ കുട്ടി എത്ര പഠിച്ചിട്ടും കാര്യമില്ല, കാരണം പുറത്തു നിന്നുള്ള സഹായം കിട്ടാതെ അവൻ വിജയിക്കില്ല എന്നുള്ളത്, അവന് ഭാഗ്യമില്ലാതെ അവൻ ഒന്നും നേടാൻ സാധിക്കില്ല എന്നുള്ളത്, വിധിയില്ലാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ നേടാൻ സാധിക്കാത്തത്. ഇത്തരത്തിലുള്ള അബദ്ധധാരണകൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. നമുക്ക് വേണ്ടത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. അതായത് ഞാൻ ജയിച്ചത് ഞാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ്.
എനിക്ക് ഉന്നതമായ ജോലി കിട്ടിയത് എന്റെ അധ്വാനം കൊണ്ടാണ്. ഈ ധാരണ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നമ്മൾ വളർത്തിയെടുക്കണം. കുട്ടികളോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകാനല്ല. വിധിയോ ഭാഗ്യമോ ഒന്നുമല്ല പ്രധാനം. നേരെ മറിച്ച് നിന്റെ കഠിനാധ്വാനം. നീ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അത്രമാത്രം റിസൾട്ട് ഉണ്ടാവും. ഇതാണ് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവൻ വളർന്നു വരുന്ന സമയത്ത് എന്ത് പ്രതിസന്ധികൾ അവന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുള്ള കരുത്ത് അവനുണ്ടാവും. അപ്പോ എന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഈ അനാചാരങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടണം. അതിന് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി നല്ലൊരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. ഈ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയായി നമുക്ക് അത് ഏറ്റെടുക്കാം.